ഒന്ന്. ചാന്ദ്രദിനം ആയി നാം ആചരിക്കുന്നത് എന്ന്? ചാന്ദ്രദിനം ആയി നാം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലേക്ക് പോകുന്നതിന് വേണ്ടി നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച വാഹനം ഏത്? ചന്ദ്രനിലേക്ക് പോകുന്നതിനു വേണ്ടി നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏത്? ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഏത്? ഉത്തരം ചാന്ദ്രയാൻ 1. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? ഉത്തരം 5. ചന്ദ്രൻ ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത്? ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത്? ഉത്തരം കറുപ്പ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ISROയുടെ ആസ്ഥാനം എവിടെ? ISROയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം AB വാജ്പേയി. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത്? ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത്? ഉത്തരം ഗഗയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം കൽപ്പന 1. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം എക്കോ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്? ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്? ഉത്തരം ചന്ദ്രൻ. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 23. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്?
ഉത്തരം നെപ്റ്റ്യൂൺ. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത്? സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത്? ഉത്തരം സിറിയസ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 12. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്ന്? അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്ന്? ഉത്തരം ജൂലൈ 20. രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര്? രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആര്? ഉത്തരം സുനിത വില്യംസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം 2025 മാർച്ച് 19. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? ഉത്തരം റേഡിയോ സന്ദേശങ്ങൾ വഴി. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത ആര്? 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കോപ്പർനിക്കസ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വെക്കുന്നു? ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വെക്കുന്നു? ഉത്തരം 23 തവണ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഉത്തരം തുമ്പ, തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്.